നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ അമ്മയായിട്ട് അത് മുടക്കാൻ നിൽക്കരുത്. അനുപേട്ടൻ വേണമെങ്കിൽ പൈസ വേറെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോളൂ. ഈ ഞെരുക്കത്തിൽ നിനക്കിപ്പോ ഷോപ്പിംഗ് നിർബന്ധമാണോടി? എന്തെങ്കിലും തീരും ഇവിടുത്തെ ഞെരുക്കം. ഞെരുങ്ങി ഞെരുങ്ങി ഇനി ഒന്നും ഞെരുങ്ങാനില്ലല്ലോ. ആകെ കിട്ടുന്ന ഒരു സന്തോഷം ഇത്. ഇതെങ്കിലും ഞാനൊന്ന് അനുഭവിച്ചോട്ടെ. നാളെ എത്രയായി ഒന്ന് പുറത്തു പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട്. എനിക്ക് 2 സാരി വാങ്ങണം, മോക്ക് 2 ഫ്രോക്ക് വാങ്ങണം. അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറ. എനിക്കൊന്നും വേണ്ട. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതല്ല മോളെ. ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. ഇന്നെന്തോ ബാങ്കിലെ അടവ് തീയതിയാ, അതിനുള്ള പൈസ എടുക്കാൻ വന്നല്ലേ അവൻ പറഞ്ഞത്. അതായിരിക്കും നിനക്ക് തന്നത്. മോളെ, അവൻ ഇനി വേറെ എവിടെ ചെന്ന് കടം വാങ്ങും? നീയും കൂടെ അതൊന്നും ആലോചിക്കണ്ടേ? അത്യാവശ്യത്തിലുള്ള തുണികളൊക്കെ ഇവിടെ ഇല്ലേ? അമ്മ ഇപ്പോഴും ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥയെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കുത്തണ്ട. ഈ അവസ്ഥ അടുത്ത കാലത്തൊന്നും മാറില്ലെന്ന് എനിക്കറിയാം. എന്നും കുന്നും ഞാൻ പുറത്തു പോയി കണ്ടമാനം ഒന്നും വാങ്ങാറില്ലല്ലോ. ഉണ്ടോ? വല്ലപ്പോഴും ഒന്ന് പുറത്തു പോകുമ്പോ ഉടുക്കാൻ നല്ലൊരു സാരി എനിക്കുണ്ടോ? അമ്മ എപ്പോഴെങ്കിലും അത് അന്വേഷിച്ചിട്ടുണ്ടോ? 50 വയസ്സുള്ള തൈക്കളവിയൊന്നും അല്ലല്ലോ ഞാൻ. അവര് പോലും ഇന്ന് അടിച്ചു പൊളിച്ച നടക്കുന്നത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. അതിന്റെ പുറത്ത് വരുന്നതൊക്കെ വരട്ടെ. എന്റെ കാര്യം വരുമ്പോ എല്ലാത്തിനും മുടക്കാം. ബാക്കിയൊന്നിനും ഒരു കുറവുമില്ല. അപ്പൊ പൈസ മാനത്തുനിന്ന് പൊട്ടി വീഴുന്നതാണോ? ഒക്കെ എന്റെ കെട്ടിയോൻ കൊണ്ടുവരുന്നതല്ലേ. എന്തിനാ വല്ലവരും പറയുന്നത്? കെട്ടിയോന് പറഞ്ഞാ മതിയല്ലോ. വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പൊ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ഓൾമോസ്റ്റ് നോർമൽ ആയിട്ടുണ്ട്. ഓ, ഇതിങ്ങനെ തുടർന്നു പോയാൽ നത്തിങ് ടു വറി. എക്സർസൈസ് എങ്ങനെയുണ്ട്? അതിന് മാത്രം ഡോക്ടർ കുറച്ച് മടി. ഞാൻ രാവിലെ വൈകിട്ടോ കുറച്ച് നടക്കാൻ പറയും. അച്ഛൻ അത് ചെയ്യില്ല. അതും കൂടി കൃത്യമായി തുടർന്നാൽ താൻ ഇതിലും ഫോർ ബെറ്റർ ആവും. മരുമോൾ ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കുമ്പോ പിന്നെ താൻ എന്തിനാ മടി കാണിക്കുന്നത്? ഞാൻ കൂടെ നടക്കാന്ന് വരെ പറഞ്ഞതാ ഡോക്ടർ, എന്നാലും വരത്തില്ല. അതെന്താ സേതു? നമ്മൾ ഈ കഴിക്കുന്ന മരുന്നും ഫുഡും ഒക്കെ ബാലൻസ് ചെയ്യുന്നത് ചെറിയൊരു എക്സർസൈസും നടത്തുകയൊക്കെയാണ്. ഇപ്പൊ മനസ്സിലായോ? സോ നാളെ മുതൽ നടത്തം തുടങ്ങും അല്ലേ സേതു? സമ്മതിച്ചു. അതിന്റെ ഒരു കുറവിനി വേണ്ട. ഇല്ലെങ്കിൽ തന്റെ മരുമകൾ മിക്കവാറും തന്നെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നടക്കും. സൂക്ഷിച്ചോ. ഇന്നത്തെ കാലത്ത് അമ്മായി അച്ഛനോടും കുടുംബത്തോടും ഇത്രയും സ്നേഹമുള്ള ഒരു മരുമകളെ കിട്ടിയതിൽ താൻ ഭാഗ്യവാനാണോ? ഇവിടെ എന്റെ മരുമോളല്ല ഡോക്ടർ, എന്റെ മകള് തന്നെയാണ്. ഫുഡിൽ ഗ്രീൻ ലീവ്സ് നല്ലപോലെ കൂട്ടിക്കും. നോൺ കഴിക്കരുത്. സ്കിൻലെസ് സോഫ്റ്റ് മീറ്റ്സ് അതാകാം. പിന്നെ ഫ്രൂട്ട്സ്. അപ്പോ ഞാൻ ചില മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുകയാണ്. നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുവെങ്കിൽ വിളിച്ചു പറയണം. ശരി ഡോക്ടർ. ഹലോ സ്നേഹ. എടുത്തി പിന്നെ എന്നോട് പറയാതെ വീട്ടിൽ പോയോ? ഇല്ല മോളെ, എടുത്തി അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാ. ഹോസ്പിറ്റലിലോ? അച്ഛൻ എന്തു പറ്റി? ഒന്നുമില്ല, ഒരു ചെക്കപ്പ് മാത്രം. അനഘ പറഞ്ഞില്ലേ ഞങ്ങൾ വന്ന കാര്യം? അവളൊന്നും പറഞ്ഞില്ല ഏട്ടത്തി. ഞാനൊന്നും ചോദിച്ചതുമില്ല. വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അവളോട് എന്തെങ്കിലും ചോദിച്ച വായി തോന്നുന്നത് പറയും. അമ്പിളീച്ചില്ലാത്തോണ്ട് മൂക്കുള്ള ഭക്ഷണം എല്ലാം എടുത്തു വെച്ച് അവളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ എടുത്തി വന്നത്. അവൾ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എപ്പോ വരും? ഞങ്ങളിതേ ഇപ്പൊ ഇറങ്ങും. ഡോക്ടറെ കണ്ടു. അച്ഛന് മരുന്ന് വാങ്ങിയും കഴിഞ്ഞു. അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടത്തി? കുഴപ്പമൊന്നുമില്ല മോളെ. ഡോക്ടർമാർക്ക് ജീവിതത്തിൽ റിട്ടയർമെന്റ് ഇല്ലല്ലോ. നമ്മളൊക്കെ ഒരു സമയമാകുമ്പോ ഒന്നിനും കൊള്ളാത്തവരായി വീട്ടിൽ തന്നെ ഇരിപ്പാവും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. അതിനെയും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണം സേതു. ഇന്നത്തെ കാലത്ത് റിട്ടയർമെന്റ് കഴിഞ്ഞാണ് ആൾക്കാർ ജീവിതം എൻജോയ് ചെയ്യുന്നത്. എന്തെല്ലാം മാർഗങ്ങളുണ്ട്. സാമൂഹ്യ പ്രവർത്തനം, കൊച്ചു പൊതുപ്രവർത്തനം, അങ്ങനെ എന്തെല്ലാം. ഞങ്ങൾ ഡോക്ടർമാര് മരിക്കുന്നതുവരെയും പേഷ്യൻസിനെയും അവരുടെ ആരോഗ്യത്തെയും ശ്രദ്ധിച്ച് ജീവിച്ചാലേ മതിയാകൂ. ഇനി ആകെയുള്ളൊരാഗ്രഹം പേരക്കുട്ടികളെ ലാളിച്ചും കളിപ്പിച്ചിരിക്കാന്നുള്ളതാണ്. അതിനി എപ്പോഴാന്നറിയില്ല. താൻ കിടന്ന് തിരക്ക് കൂട്ടാതല്ലോ. ഒക്കെ സമയമാകുമ്പോൾ നടക്കും. അർച്ചനയുടെ ഫാമിലി എങ്ങനെ? തന്നെ പോലെ ബിസിനസ് ആണോ?
ഒരു സ്കൂൾ മാഷിന്റെ മോളാ, വലിയ പ്രാരാബ്ധത്തിൽ വളർന്ന കുട്ടിയാ. എന്നാലും നല്ല ടാലന്റഡാ. മൂത്ത മരുമകൾ കണ്ടുപിടിച്ചതാ. ജീവിതത്തിൽ ക്രൈസിസ് ഉള്ളവർക്ക് ജീവിതം മധുരമായി തോന്നൂ. എന്തായാലും സ്വന്തം അച്ഛനെ പോലെ തന്റെ പുറകെ നടന്ന് ശുശ്രൂഷിക്കാൻ തനിക്കൊരു മകളെ കിട്ടിയല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നിട്ടും തന്റെ കൂടെ വന്നതാരാ? അർച്ചന. ഷീസ് എ ഗുഡ് ആൻഡ് വെരി റെസ്പോൺസിബിൾ ഗേൾ. അയ്യോ, നീ ഇങ്ങനെ വിശേഷം ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാ? അച്ഛൻ ഡോക്ടറെ അടുത്തിരിക്കല്ലേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ വരുന്നേ. ഓക്കെ. അർച്ചന, ആ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ആഴ്ച വന്നു പോയതല്ലേ ഉള്ളൂ, കുറവില്ലേ? എനിക്ക് അസുഖം മാറി ഡോക്ടർ. അച്ഛനെ കാണിക്കാൻ വേണ്ടി വന്നതാ. അച്ഛൻ സ്കൂൾ മാഷല്ലേ? മാഷിന് എന്തു പറ്റി? എന്റെ അച്ഛനല്ല, ഹസ്ബൻഡ് അച്ഛൻ. ആ, ഇവിടുന്ന് ഹാർട്ട് സർജറി ഒക്കെ നടത്തിയത്. ഇന്ന് ചെക്കപ്പിന് വേണ്ടി അനന്തകൃഷ്ണൻ ഡോക്ടറെ കാണാൻ വന്നതാ. ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല ഡോക്ടർ, കമ്പനിയിൽ എന്തൊക്കെയോ തിരക്കുകളുണ്ട്. അന്ന് തന്നെ കണ്ടിട്ട് കൂടുതൽ സംസാരിക്കാനോ വിശേഷങ്ങൾ തിരക്കാനോ കഴിഞ്ഞില്ല. അതുമല്ല, തന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ ഡോക്ടർ, ഞാൻ ഒരു ദിവസം കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 മാസം കഴിഞ്ഞു ഡോക്ടർ. കല്യാണമെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അതുമല്ല, അപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഡോക്ടർക്കും അറിയാലോ. ഹോസ്പിറ്റലിൽ നിന്ന് സ്കാനിങ് കഴിഞ്ഞ് പോയതിൻ്റെ പിറ്റേ ആഴ്ച കല്യാണമായിരുന്നു. ആ, കല്യാണം എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാ. അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടക്കും. ആട്ടെ, എങ്ങനെ പോകുന്നു ഫാമിലി ലൈഫ്? ഹാപ്പി ആയിട്ട് പോകുന്നു. അന്നത്തെ പോലെ ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇടയ്ക്ക് വയറ്റിലൊരു വേദന വരും, ഒരുതരം കൊളുത്തിപ്പിടിക്കുന്ന പോലെ. 1 സെക്കൻഡേ കാണൂ, പക്ഷെ അത് ഇത്തിരി കടുത്ത വേദനയാണെന്ന് മാത്രം. അത് ഇനിയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഒരു സ്കാനും ചെയ്യാം. ആ, ഇപ്പോഴാണ് ഓർത്തത് ഡോക്ടർ. എൻ്റെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഞാനൊരു സ്കാനിങ് ചെയ്തിരുന്നല്ലോ. അതിൻ്റെ റിസൾട്ട് എനിക്കിതുവരെ കിട്ടിയില്ല. റിസൾട്ടെല്ലാം ഞാൻ അപ്പം തന്നെ കൊടുത്തല്ലോ, കിട്ടിയില്ലേ? ഇല്ല ഡോക്ടർ, അന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ. റിപ്പോർട്ട് കൊടുത്തില്ല. അച്ഛനത് പിന്നീട് ചോദിച്ചു വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു. തിരക്കാരണം വരാൻ പറ്റിയില്ല. സാരമില്ല ഡോക്ടർ, എടുത്തു വച്ചിരുന്നാൽ മതി. ഞാൻ ഇനി വരുമ്പോൾ വാങ്ങിച്ചോളാം. അത് കയ്യിൽ തന്നൂന്നാ എൻ്റെ ഓർമ്മ. ശരി, ഞാനെന്തായാലും നോക്കാം. സാരമില്ല ഡോക്ടർ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അച്ഛൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അന്ന റിപ്പോർട്ട് എൻ്റെ കയ്യിൽ നിന്നും അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞ് അവന്തികയാണല്ലോ വാങ്ങിയത്. അത് പിന്നെ എന്താ കൊടുക്കാതിരുന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.